സംസ്ഥാനത്തെ കൊടും ചൂടുയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻകരുതൽ ശക്തമാക്കാൻ തീരുമാനം. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, യോഗത്തിലെ തീരുമാനങ്ങൾ. ഏതായാലും സംസ്ഥാനത്ത് ചൂട് അതികഠിനമാകുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർത്തിയ യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടക്കം പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും ജില്ലാതലത്തിൽ പ്രത്യേകമായി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻകരുതൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലാതലത്തിലുള്ള കാര്യങ്ങൾ അതാത് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാർ ഓരോ ജില്ലയിലെയും സാഹചര്യം വിലയിരുത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾ പാലിക്കണം എന്നുള്ളൊരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ അത് കർശനമായും പാലിക്കണം. സൂര്യാഘാതം ഏൽക്കുന്ന തരത്തിൽ ആരും തന്നെ രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിൽ കൊണ്ടുള്ള ജോലി എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം കർശനമായി പാലിക്കണം. അതിനൊപ്പം തന്നെ കുടിവെള്ളത്തിന്റെ ലഭ്യത കൃത്യമായ രീതിയിൽ തന്നെ എല്ലായിടത്തും ഉറപ്പാക്കണം എന്നുള്ള കാര്യവും നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതുകൂടി കൃത്യമായ രീതിയിൽ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വിനിഷ. ഷീജ, കടുത്ത വേനലിനൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കടുത്ത വൈദ്യുതി പ്രതിസന്ധി. ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും വിനിഷ, അതികഠിനമായ ചൂടിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട വിഷയം തന്നെയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം അതിൽ വലിയ വർധനവാണ് ഇപ്പോൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിദിനം റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി ഈ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ പ്രധാനമായും KSEB വൈദ്യുതി നിയന്ത്രണം വേണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുത നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് വൈദ്യുത മന്ത്രിയും KSEBയും വ്യക്തമാക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായേ മതിയാകൂ. ഈ ഒരു സാഹചര്യം കൃത്യമായ രീതിയിൽ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ഇതിനകം തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിൽ വേണം വൈദ്യുതി നിയന്ത്രണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനിക്കുക. വിനിഷ. ശരി ഷീജ.